ഇതിലിപ്പോൾ ഞാൻ വളർത്തിയ ഒരു ഫൈറ്റർ ഫിഷിനെ അതിനകത്ത് മാറ്റിയിടാൻ പോവാണ്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്കൊരു കുറച്ച് എണ്ണത്തിനെ മാറ്റി നമുക്ക് എഴുതാം. ആകെപ്പാട് ഞായറാഴ്ച സമയം കിട്ടുന്ന കേട്ടോ, അന്നേ അണ്ണനെ കിട്ടത്തുള്ളൂ. എല്ലാവരും തിരക്കുക, പക്ഷേ സമയമില്ല. ഞായറാഴ്ച ഞങ്ങൾ ഫുൾ ബിസിയാണ്. മീനിൻ്റെ മീനൊക്കെ ഒരുപാട് നല്ലപോലെ ഞാൻ അടുത്ത ആഴ്ച കാണിക്കാം കേട്ടോ. കാരണം കുറച്ചുകൂടെ അടുക്കിപ്പറക്കാറുണ്ട്. ഇതിലിപ്പോ കുറച്ച് ഫൈറ്ററിനെ മാറ്റാനുണ്ട്. ഫൈറ്റർ വലുതായി, അതിനെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു. ഫൈറ്ററൊക്കെ ഇവിടെ ബ്രീഡ് ചെയ്യിച്ചതാട്ടോ. ഒത്തിരി കഷ്ടപ്പാടാ. ഇതിലൊന്നും എൻ്റെ സഹായമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വെള്ളം പിടിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ചെയ്യുന്നത്. നമ്മളെ മീനുകളാണ്. കണ്ടോ, ഇതെല്ലാം ഇവിടെ പെറ്റ് വളർന്ന കൊച്ചുങ്ങളാണ്. ഫുൾ ബ്ലാക്ക്. എത്ര മരിച്ചു? കുറെ പേരൊക്കെ മരിക്കും കേട്ടോ. എന്നാലും ഞങ്ങള് വിശക്കുമ്പം ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് ആണിനെ പെണ്ണിനെ വേർതിരിച്ച് മാറ്റണം. എന്നിട്ട് ഒരു 15 ദിവസം വിശക്കുമ്പോ നമ്മള് ഫുഡ് കൊടുക്കത്തില്ല. കണ്ടോ, എത്ര നാളെടുത്തത്? ഇതൊരു 4 മാസമായി. 4 മാസമായി. 4 മാസത്തെ കഷ്ടപ്പാടാണ്. 4 മാസം ആവുന്നു. ഫൈറ്റർ ഇവിടെ പ്രസവിച്ച് വളർന്ന മക്കളാണ് അവരെല്ലാരും. ഇനി മുട്ടയിട്ട് വിരിഞ്ഞത്. ഇനി ആണിനെയും പെണ്ണിനെയും തിരിക്കണം. നല്ല രസമാണ്. ഫൈറ്ററിന്റെ ഒന്ന് നമുക്ക് കാണിക്കാം വീഡിയോ. ഫൈറ്റർ എങ്ങനെ ബ്രീഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു. നല്ല രസമാണ്. ഫൈറ്ററിന്റെ പെണ്ണുണ്ട് ആണും ഉണ്ട്. പെണ്ണിന് ചെറിയ വാലും ആണിന് കുറെ വാലുണ്ട്. ആണിനെ പെണ്ണിനെ അതാകുമ്പോ മനസ്സിലാവും. ഇത് വേണം.